ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫംഗ്ഷൻ ജനറേറ്ററെ കുറിച്ചാണ്. എങ്ങനെ ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിക്കാം, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് സയന്റിഫിക്കിന്റെ FG3000 3 മെഗാഹെർട്സ് ഫംഗ്ഷൻ പൾസ് മോഡുലേഷൻ ജനറേറ്റർ ആണ്. ഇതിൽ ഈ 3 മെഗാഹെർട്സ് എന്ന് പറയുന്നത് നമുക്ക് 0 to 3 മെഗാഹെർട്സ് വരെ ഫ്രീക്വൻസി ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇതിന്റെ ഓരോ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഫംഗ്ഷൻ ജനറേറ്റർ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും പഠിക്കണം. ഉദാഹരണത്തിന് സൈൻ വേവ്, സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്, പൾസ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ജനറേറ്ററാണ് ഫംഗ്ഷൻ ജനറേറ്റർ എന്ന് പറയുന്നത്. ഓൺ ചെയ്ത് നോക്കാം. സ്ക്രീനിൽ നോക്കുക. സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരു SQR എന്ന് കാണും. അതേപോലെ തന്നെ 3 കിലോ ഹെർട്സ് എന്ന് കാണും. അതേപോലെ തന്നെ 205 മില്ലി വോൾട്ട് എന്ന് കാണും. ഒരു വേവ് സെലക്ട് ചെയ്യുമ്പോൾ അറിയേണ്ടത് അതിന്റെ ഷേപ്പ് അറിയണം. അതായത് സൈൻ വേവ് ആണോ, സ്ക്വയർ വേവ് ആണോ, പൾസ് ആണോ, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണോ. അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി വേണം. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ഷേപ്പ്, രണ്ടാമത്തത് ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻസി ആണുള്ളത്. മൂന്നാമത്തത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഇതിൽ കാണുന്നത് പീക്ക് ടു പീക്ക് വാല്യൂ ആണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് കാണും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യുക അത് നോക്കാം, പെട്ടെന്ന് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ ഷേപ്പിലുള്ള വേവ്സ് സെലക്ട് ചെയ്യുന്നത്. TTL എന്ന് പറഞ്ഞ പൾസ്, DC, TTL ഔട്ട്പുട്ട് ഉണ്ടാവും, ഒരു പൾസ് തന്നെ ആയിരിക്കും. SIN സൈൻ വേവ്, 3RI ട്രയാങ്കുലർ വേവ്, SQR എന്ന് പറഞ്ഞാൽ സ്ക്വയർ വേവ്, RMP എന്ന് പറഞ്ഞാൽ റാമ്പ്, PLS പൾസ്. അപ്പൊ ഇത്രയും ഇങ്ങനെയാണ് നമ്മൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ സൈൻ വേവ് ആണെങ്കിൽ ഞാൻ ഇവിടെ സൈൻ വേവ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തത് ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ ഇവിടെ കാണാൻ പറ്റും. ഫ്രീക്വൻസി വേരിയബിൾ നോക്കിയിട്ട് ഒരു കൺട്രോൾ കാണാം. ഈ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ നോക്കുക, ഞാൻ മിനിമം നോക്കി. മിനിമം 0.3 കിലോ ഹെർട്സ് ആണുള്ളത്. മാക്സിമം 3 കിലോ ഹെർട്സ് ആണുള്ളത്. ശരിക്കും നമുക്ക് വേണ്ട എത്രയാണ്? 0 to 3 മെഗാഹെർട്സ് ആണ്. പക്ഷെ ഇതിൽ കാണുന്നത് 3.3 കിലോ ഹെർട്സ് മുതൽ 3 കിലോ ഹെർട്സ് വരെയാണ്. അത് മാറ്റണമെങ്കിൽ എന്താ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ റേഞ്ച് സ്വിച്ച് ഉണ്ട്. ആ റേഞ്ച് സ്വിച്ച് പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാനിത് മിനിമത്തിൽ വെച്ച് റേഞ്ച് സ്വിച്ച് പ്രസ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടിയത്? മിനിമം 3 കിലോ ഹെർട്സ് ആയി, മാക്സിമം 30 കിലോ ഹെർട്സ് ആയി. അങ്ങനെ പിന്നെ മിനിമത്തിൽ വന്നിട്ട് റേഞ്ച് സ്വിച്ച് മാറ്റണമെന്നില്ല. ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മിനിമത്തിൽ വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നേന്നുള്ളൂ. എവിടെ വെച്ചിട്ട് വേണമെങ്കിലും റേഞ്ച് സ്വിച്ച് പ്രസ് ചെയ്യാന്നാണ്. മിനിമം 30 എത്തി, മാക്സിമം 300 കിലോ ഹെർട്സ്. അല്ലെ, മിനിമം 0.3 മെഗാഹെർട്സ് എന്നാണ്, അത് 300 കിലോ ഹെർട്സ് തന്നെയാണ്. മാക്സിമം 3 മെഗാഹെർട്സ് ഇതിന്റെ റേഞ്ച് എത്തി. ഞാൻ അടുത്തും കൂടി റേഞ്ച് കൊടുത്താൽ നോക്കാം. മിനിമം 0.1 ഹെർട്സ് ആണ്, മാക്സിമം 3 ഹെർട്സ്. ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3 ഹെർട്സ്, മാക്സിമം 30 ഹെർട്സ്. അടുത്ത് നോക്കുക, മിനിമം 30 ഹെർട്സ്, മാക്സിമം 300 ഹെർട്സ്. നേരത്തെ ഉണ്ടായത് മാക്സിമം ആണ് 30 ഹെർട്സ് ഉണ്ടായത്, മിനിമം 3 ഹെർട്സ് ഉണ്ടായത്. ഇതിൽ മിനിമം ആണ് 30 ഹെർട്സ് ഉണ്ടായത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് ഇപ്പൊ ഏകദേശം എല്ലാത്തിലും നേരത്തെ തുടക്കത്തിലുള്ള ആ റേഞ്ചിലേക്ക് എത്തി. ഈ റേഞ്ചിൽ എല്ലാം കവറായി. അതായത് 0 to 3 മെഗാഹെർട്സ് വരെയുള്ള റേഞ്ച് ഞാനിപ്പോ ഓരോന്ന് സെലക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. സ്റ്റെപ്പ് ആയിട്ട് ഓരോ റേഞ്ച് സ്വിച്ച് ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് ഓരോ വാല്യൂസ് ഇങ്ങനെ മാറുന്നതാണ്, ആ റേഞ്ച് മാറുന്നതാണ്. അങ്ങനെയാണ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 200 ഹെർട്സ് വേണമെന്ന് കരുതുക. 200 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിനിമം 0.3 കിലോ ഹെർട്സ് ആണ്, ഇതിന്റെ മാക്സിമം 3 കിലോ ഹെർട്സ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തായാലും 200 ഹെർട്സ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മിനിമം വെച്ചു, റേഞ്ച് മാറ്റി, 3 കിലോ ഹെർട്സ് ആണല്ലേ, ഇത് മിനിമം 3 കിലോ ഹെർട്സ് ആണ്. അപ്പൊ എന്തായാലും 200 ഹെർട്സ് അതിന്റെ താഴെയല്ലേ. അപ്പൊ അടുത്ത റേഞ്ച് എടുക്കുക. ഇപ്പൊ 30 കിലോ ഹെർട്സ് ആണ്, അത് ഒരുപാട് പോയി, ഇത് ഒരുപാട് അങ്ങനെ എത്തി. ഇതിൽ നോക്കാം, 0.1 ഹെർട്സ് എത്രയാണ്? മാക്സിമം ഇത്രയേ ഉണ്ടാവുള്ളൂ, 3 ഹെർട്സ് വരെയുള്ളൂ. അപ്പൊ അതും പോരാ, എനിക്ക് 200 ഹെർട്സ് ആണ് വേണ്ടത്. ഇത് 3 ഹെർട്സ്, മാക്സിമം 30 ഹെർട്സ് ഉണ്ടാവുള്ളൂ.
അപ്പൊ അതും പോരാ. അപ്പൊ നമുക്ക് ഈ റേഞ്ച് സെലക്ട് ചെയ്യാം. 30 ഹെർട്സ്, 300 ഹെർട്സ്, അതിന്റെ അകത്താണ് എന്തുള്ളത് 200 ഹെർട്സ് ഉള്ളത്. ഇങ്ങനെയാണ് ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ കാണുന്നത് 200 മില്ലി വോൾട്ട്, 205 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ ആണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വേരിയബിൾ എന്നിട്ട് ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നോക്കുക, ഞാൻ മിനിമം വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 20 മില്ലി വോൾട്ട് അല്ലത്, മാക്സിമം 205 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 0.2 വോൾട്ട് ആണ്. ഇത് ശരിയായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 0 to 20 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ജനറേറ്റർ ആണ് ഇത്. പക്ഷേ നമുക്കിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ എന്തേ കിട്ടുന്നുള്ളൂ, 20 മില്ലി വോൾട്ട് ടു 200 മില്ലി വോൾട്ട് ഓർ 0.2 വോൾട്ട്. അപ്പൊ നേരത്തെ റേഞ്ച് സ്വിച്ച് നെക്കി അതേപോലത്തെ ഒരു സ്വിച്ച് ഈ ആംപ്ലിറ്റ്യൂഡിന് ഉണ്ട്. ആ സ്വിച്ചാണ് അറ്റനേഷൻ എന്ന് പറയുന്നത്. അറ്റനേഷൻ പ്രസ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പൊ അറ്റനേഷൻ പ്രസ് ചെയ്യുമ്പോൾ മിനിമം 2 മില്ലി വോൾട്ട്, മാക്സിമം 20 മില്ലി വോൾട്ട്. നേരത്തെ നോക്കുമ്പോൾ മിനിമം 20 മില്ലി വോൾട്ട്, മാക്സിമം 200 മില്ലി വോൾട്ട്. ഇപ്പൊ നോക്കുമ്പോൾ എന്താണ്, മിനിമം 2 മില്ലി വോൾട്ട്, മാക്സിമം 20 മില്ലി വോൾട്ട്. ഞാൻ മിനിമത്തിൽ വെച്ച് ഒന്നും കൂടി അറ്റനേഷൻ കൊടുക്കും. നോക്കാം, മിനിമം 2 വോൾട്ട്, മാക്സിമം 20 വോൾട്ട്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 0.2 വോൾട്ട്, മാക്സിമം 2 വോൾട്ട്. അപ്പൊ ആ സ്റ്റെപ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞ ആ സ്റ്റെപ്പ് ഒന്ന് നോക്കുക. അതായത് 22 to 20 വന്നു, പിന്നെ 0.2 to 2 വന്ന്, പിന്നെ 20 to 0.2 വന്ന്, അല്ലെങ്കിൽ 200 മില്ലി വോൾട്ട് വന്നു, പിന്നെ 2 to 20 മില്ലി വോൾട്ട് വന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് 2 മില്ലി വോൾട്ട് ടു നമുക്ക് 20 വോൾട്ട് വരെ വേരി ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ തന്നിട്ട് അത് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത് 1 കിലോ ഹെർട്സ് 16 വോൾട്ട്, 1 കിലോ ഹെർട്സ് 16 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ആദ്യം ഫ്രീക്വൻസി സൈൻ സ്ക്വയർ വേവ് ആണെന്ന് വിചാരിക്കുക. സ്ക്വയർ വേവ് 1 കിലോ ഹെർട്സ് 16 വോൾട്ട്. ആദ്യം ഞാൻ സ്ക്വയർ വേവ് സെലക്ട് ചെയ്യും, SQR സ്ക്വയർ വേവ്. അതിന് 1 കിലോ ഹെർട്സ് സെറ്റ് ചെയ്യണം. 1 കിലോ ഹെർട്സ് സെറ്റ് ചെയ്ത് മാക്സിമം എത്രയേ ഉള്ളൂ, 300 ഹെർട്സേ ഉള്ളൂ. അപ്പൊ റേഞ്ച് സ്വിച്ച് ഒന്ന് മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 1 കിലോ ഹെർട്സ് കിട്ടും. ഇപ്പൊ 0.3 to 3 കിലോ ഹെർട്സ് വരിക, അതിന്റെ അകത്താണ് എന്നുള്ളത് 1 കിലോ ഹെർട്സ്. 1 സെറ്റ് ചെയ്യും. ഇനി 16 വോൾട്ടാണ് വേണ്ടത്. ഇത് മാക്സിമം എത്രയേ ഉള്ളൂ, 2 വോൾട്ടേ ഉള്ളൂ. അപ്പൊ അറ്റനേഷൻ പ്രസ് ചെയ്തതിനാൽ മാത്രമേ എന്തായുള്ളൂ, 16 വോൾട്ടിലേക്ക് എത്തും. അപ്പൊ മിനിമം 2 വോൾട്ട് വരുന്ന രൂപത്തിൽ വെക്കുക. 16 വോൾട്ട് സെറ്റ് ചെയ്യും. ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 1 കിലോ ഹെർട്സ് സ്ക്വയർ വേവ്, 1 കിലോ ഹെർട്സ് സ്ക്വയർ വേവ് 16 വോൾട്ട്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ ജനറേറ്റർ സെറ്റ് ചെയ്യും. ഇനി ഇതിൽ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, ഓഫ്സെറ്റ് ഉണ്ട്, സ്വീപ്പ് ഉണ്ട്. അതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഞാനത് DSO എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഓഫ്സെറ്റ് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓഫ്സെറ്റും ഉണ്ട്, ഓഫ്സെറ്റ് കാര്യമായിട്ട് തന്നെ ഉള്ളൂ, അതേ പറയാനുള്ളൂ. പിന്നെ ഡ്യൂട്ടി സൈക്കിൾ പൾസിലാണ്, അത് അതിന്റെ ഡ്യൂട്ടി സൈക്കിൾ ഇങ്ങനെ ചേഞ്ച് ആവുന്നേ ഉള്ളൂ. ഓഫ്സെറ്റ് കുറച്ച് പറയാ, അത് DSOയിൽ പറഞ്ഞു തരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് ഓഫ്സെറ്റ് മനസ്സിലാവുള്ളൂ. ഇനി ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, ആ ഔട്ട്പുട്ട് ഇവിടെ കാണാം. ഒരു പോർട്ട് കാണാം, ഔട്ട്പുട്ട് 50 ഓം എന്ന് പറയുന്നത്. എല്ലാത്തിലും മിക്കതിലും ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻ ജനറേറ്ററിലും ഇങ്ങനെയാണ് ഔട്ട്പുട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക, ഒരു ലേബിലായിട്ട് ഉണ്ടാവുക. അപ്പൊ ആ ലേബലിനാണ് നമുക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കേണ്ടത്. ആ പുറത്തേക്ക് എടുക്കാനുള്ള പ്രോബാണ് ഈ പ്രോബ്, ഈ BNC കണക്ടർ ആയത്. ഈ കണക്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതാണ് അതിന്റെ ഗ്രിപ്പ്. ഇതെങ്ങനെ വേണമെങ്കിൽ തിരിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും 360 ഡിഗ്രിയിൽ എങ്ങനെ തിരിച്ചാലും ഒന്നും ആവില്ല. ഇത് പിടിച്ച് തിരിക്കരുത്, ഇത് മാത്രമാണ് തിരിക്കേണ്ടത്. ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 വിരൽ, ഈ തള്ളവിരൽ, ഈ ചൂണ്ടുവിരൽ, ഈ 2 വിരൽ ഈ ഗ്രിപ്പിൽ പിടിക്കുക. ഇതിലൊരു കട്ടുണ്ട് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു കട്ടുണ്ട്, 2 കട്ടുണ്ട്, 2 സൈഡും ഇതിൽ കട്ടുണ്ട്. ഈ 2 സൈഡ് ഈ കട്ടുണ്ട്, ഈ കട്ടിലേക്ക് ഇതിലും ഒരു കൃത്യമായിട്ട് 2 കട്ടുണ്ട്. ആ കട്ട് കറക്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഒന്ന് ചെറിയ രീതിയിൽ പ്രസ് ചെയ്യുക, ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, അവിടെ അത് ലോക്ക് ആവും. ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക. ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും, ഈ 2 വയറാണ് ഇവിടെ ഉള്ളത്. ഈ വയറിൽ ഒന്ന് ഗ്രൗണ്ടും ആയിരിക്കും, ഒന്ന് സിഗ്നലും ആയിരിക്കും. ഇതാണ് നമ്മൾ ഈ സെറ്റ് ചെയ്ത ഔട്ട്പുട്ട്. ഇതിൻ്റെ അകത്ത് ഈ പ്രോബിൽ കൂടി ഈ വയറിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇനിയുള്ളത് ഇത്
ഇത് തന്നെയാണോ വന്നത് നോക്കാനാണ് DSO നോക്കുക. അപ്പോൾ DSOയിൽ പറയുമ്പോൾ ഇതും കൂടി ആഡ് ചെയ്യും. ആ സമയത്ത് ഇതും കൊണ്ട് കണക്ട് ചെയ്താൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പോൾ ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കുക. ഇനി DSO കണക്ട് ചെയ്യുമ്പോൾ ആ സെറ്റ് ചെയ്തത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ആ സമയത്ത് ഓബ്ജക്റ്റീവ് എടുക്കാം. താങ്ക് യു.